നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി വളരെയധികം സമാധാനം ഉണ്ടാകും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിജയാഹ്ലാദത്താൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്നാൽ നേർന്ന വിടക്കെടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ മറക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരമുണ്ടാകും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. വർഷങ്ങളായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമാകും വിധത്തിൽ ആവശ്യക്കാർ വന്ന് ചേരുവാനും കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. വിജയപ്രതീക്ഷകളോടുകൂടി പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളായതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് മറ്റ് ചിലർ പണം മുതൽ മുടക്കുന്നതും പൂർണ്ണമായിട്ടും ഭരണ ചുമതലകൾ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും ഏറ്റെടുക്കുവാൻ പല ജോലിക്കാർക്കും അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിന് സ്വല്പം ആധി വർദ്ധിക്കും, ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാം. എന്നാൽ ജോലി രാജിവെച്ചും കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുന്നതും ജോലി രാജിവെച്ച് ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് പണം മുതൽ മുടക്കാം എന്ന ധാരണയും തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയായിരിക്കും നന്നാവുക. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനോ യോഗമുണ്ടെങ്കിൽ പോലും പ്രകൃതി ഭക്ഷണ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അതിനെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് മാത്രമേ ഏറ്റെടുക്കാവൂ, അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വാശ്രയ ജീവിതം ഒഴിവാക്കി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും എന്ന ധാരണ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വാഹനം ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിൽപ്പനയ്ക്ക് സാധ്യത പോലും കാണുന്നതുമുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. മഹത് വ്യക്തികളുടെ വിജ്ഞാനമായിട്ടുള്ള ആശയങ്ങളും പ്രവൃത്തി പരിചയവും സ്വന്തം പ്രസ്ഥാനത്തിന് അവലംബിക്കാൻ തീരുമാനിക്കുവാനും ചില കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യത പാലിക്കുക, ചില കാര്യങ്ങളിൽ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെ തന്നെ സ്വയമേവ ആർജിക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. യാഥാർത്ഥ്യബോധത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനവും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന പലർക്കും കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം തിരിച്ചു വന്ന പലർക്കും ആദ്യ ഒരു ജോലിയുടെ അവസരങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ മാർച്ച് മാസത്തിൽ തന്നെ നിയമനാനുമതി ലഭിക്കുവാനും അതിൽ ചേരുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്.
സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനിയൊരു ധ്രുവീകരണം എന്ന നിലയിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളോ അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ അതെല്ലാം ജൂൺ മാസം മുതലാണ് പ്രാവർത്തികമാകുവാൻ ഇടയുള്ളത്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും പ്രാദേശികമായിട്ടുള്ള പിന്തുണ ലഭിക്കുമോ എന്ന ധാരണയോടുകൂടി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. പാരമ്പര്യ വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികളുടെ ക്ഷണം സ്വീകരിച്ചും കൊണ്ട് മാസങ്ങളോളം താമസിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും 1-2 മാസത്തേക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് താമസിക്കാൻ തക്കവണ്ണം യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാനിടവരും. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ, തൊഴിൽ മേഖലകൾ, ഭരണ സംവിധാനം ഇതെല്ലാം തന്നെ തിരിച്ചു ലഭിക്കുവാൻ പോലും സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങൾക്ക് തയ്യാറാവുന്ന പലർക്കും ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനും യോഗമുണ്ട്. സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും സ്വന്തമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടും മേഖലകളോട് ബന്ധപ്പെട്ടതായിരിക്കും കൂടുതൽ ഉണ്ടാകുവാനിടയുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെയോ മറ്റു ചിലർക്ക് മാതാപിതാക്കളെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏറ്റെടുത്ത ജോലികളെല്ലാം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല സാഹചര്യങ്ങളെ കൊണ്ടും മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ അധികം സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വിഹക വീക്ഷണം വേണ്ടി വരുവാനും ഇടയുണ്ട്. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ഉദര നീർദോഷ രോഗപീഠകൾക്ക് പ്രകൃതി ഭക്ഷണ രീതിയും വ്യായാമവും കഴിഞ്ഞ 5-6 മാസമായിട്ട് ശീലിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇനി സ്വല്പം ആയുർവേദ ചികിത്സകളോ പ്രകൃതി ചികിത്സകളോ ആവാമെന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് ജന്മനാട്ടിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 2027 ചിങ്ങമാസത്തിൽ ഓണ ആഘോഷത്തിനോടനുബന്ധമായിട്ടായിരിക്കും ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭിപ്രായ സമന്വയത്തിനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് 2025 മെയ് മാസത്തിന് ശേഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനി വിപുലീകരിച്ചാലോ എന്ന തോന്നലുകളൊക്കെ പലതും ഉണ്ടാകുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിപുലീകരണ പ്രവർത്തനങ്ങൾ
നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ ആധുനിക പ്രചരണ രീതികൾ ഗുണകരമായി തീരുവാനും അതിൽ നിന്നെല്ലാം തന്നെ വിറ്റുവരവ് വളരെ സജീവമാകുവാനും ഇടയുണ്ട്. ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടു കൂടിയതായുള്ള അപേക്ഷകൾ സ്ഥാപനത്തിൽ സ്വീകരിക്കുവാനും ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റത്തിനും യോഗം കാണുന്നുണ്ട്. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. 2027 ഒടുവിലോ 2028 ആദ്യ പകുതിയിലോ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനോ കരാറ് ജോലികൾക്ക് ഒപ്പുവയ്ക്കുവാനോ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർബന്ധത്താൽ നിലവിലുള്ള ജോലിയോടൊപ്പം ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും മനസ്സിന് വ്യാകുലത വന്നു ചേരുന്നതിനാൽ അറിവുണ്ടെങ്കിൽ പോലും പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ് ആയിരിക്കും ഉണ്ടാവുക. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വിളവെടുപ്പ് അനുകൂലമായി തീരുന്നതിനാൽ ഇനി പുതിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും ദീർഘകാല കൃഷി രീതികൾക്കായിരിക്കാം തുടക്കം കുറിക്കുവാനിടയുള്ളത്. എന്നിരുന്നാൽ പോലും ഭാവിയിലേക്ക് അത് ഈ ഒരു മേഖല ജോലിയോടൊപ്പം അനുവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. സേവന സാമർഥ്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുഭവജ്ഞാനമുള്ള മേഖലകളാണെങ്കിൽ പോലും പ്രാദേശികമായിട്ട് സ്വീകാര്യത വളരെ കുറവുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് പണം മുതൽ മുടക്കിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചികിത്സ ഫലിക്കുന്നത് വഴി കഴിഞ്ഞ 3-4 മാസമായിട്ട് കൃത്യമായുള്ള രീതിയിൽ ചികിത്സ ലഭിക്കുന്നത് വഴി ഈ മാസത്തിൽ മരുന്നുകളെല്ലാം ഒഴിവാക്കി തന്നെ അടുത്ത മാസത്തിൽ യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ പല കാര്യങ്ങൾക്കും വിഭാവനം ചെയ്യുവാനും പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും ഇടവരും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. ഭൂമിക്രയ വിക്രയങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കീഴ്വഴക്കം മാനിച്ച് പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരമുണ്ടാകുന്നത് വഴി സർവ്വവിധത്തിലും സ്വീകാര്യത വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇടവരും. വിരുദ്ധ ആഹാരത്താൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനും ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ വന്നു പിടിപെടുവാനും യോഗമുണ്ട്. പലപ്പോഴും പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വം കൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ഇനി താഴ്ന്ന തസ്തികയിലേക്ക് പോകുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് വളരെ കാലതാമസമുണ്ടായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ. അഥവാ 2027 ജൂൺ മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഭാവനം ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിലെ ചിലരുടെ അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് മാറി താമസിക്കുവാൻ തീരുമാനിക്കും.
വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ അനുവർത്തിക്കുന്നത് കൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഏറെക്കുറെ പരിഹാരം കണ്ടെത്തുവാൻ ഇടയുണ്ട്. സ്വാർത്ഥ താൽപ്പര്യം മറന്ന് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആർജിച്ച വിജ്ഞാനം, പ്രവൃത്തി പരിചയം, അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ, ഗുരുകാരണവന്മാരുടെ ഉപദേശങ്ങൾ ഇവയെല്ലാം തന്നെ സമന്വയിപ്പിച്ചും കൊണ്ട് പുതിയ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. മനസ്സിന് വിഷമമുണ്ടാകുന്ന പല സാഹചര്യങ്ങളും ബന്ധുമിത്രാദികളിൽ നിന്നും വന്നു ചേരുമെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം നിലപാട് അവലംബിച്ചും കൊണ്ടും ദീർഘവീക്ഷണത്തോടുകൂടിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലും കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്ന് ചേരുവാനിടവരും. മറ്റു ചിലർക്ക് ഇതിനോടൊപ്പം തന്നെ അവതരിപ്പിക്കുന്ന കലാമേഖലകളുടെ അടുത്ത വിഭാഗം ഒരു വിപുലീകരണം എന്ന നിലയിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിച്ച് അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.